ദിവ്യാത്മാക്കളും പരമാത്മാവും തമ്മിൽ നടക്കുന്ന ഈ അനന്തമായ ലോകനാടകം അത്ഭുതകരമാണ്. ബ്രഹ്മാണ്ടത്തിന്റെ രചയിതാവും ജനന മരണത്തിന്റെ നിയന്ത്രിതാവും എല്ലാ ആത്മാക്കളുടെയും പിതാവുമായ ഭഗവാൻ ശിവൻ ഈ വിശ്വനാടകത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി. ഈ ബ്രഹ്മാണ്ടത്തിൽ അനേകം ആകാശഗംഗകളും നക്ഷത്രങ്ങളുമുണ്ടെങ്കിലും നമ്മുടെ സൗരയൂഥം അതുല്യമാണ്. അതിൽ മനുഷ്യജീവിതത്തിന് അനുയോജ്യമായ ഈ മനോഹരമായ ഗ്രഹത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ മുഴുവൻ ഭൂമിയും ഒരു ഭൂഖണ്ഡമായിരുന്നു. അത് ഭാരതത്തിന്റെ അവിഭാജ്യ ഭാഗമായിരുന്നു. ഇതായിരുന്നു ആ സ്വർഗം. ഇവിടെയാണ് ദേവീദേവതകൾ സഞ്ചരിച്ചിരുന്നത്. ഇതിനെ സത്യയുഗം, കൃതയുഗം, സ്വർണിമയുഗം എന്നും വിളിക്കാറുണ്ട്. ആ അതുല്യമായ സത്യയുഗത്തിൽ ഹരിതാഭമായ പുൽമേടുകൾ, സുന്ദര പുഷ്പങ്ങളാൽ നിറഞ്ഞ ഉദ്യാനങ്ങൾ, ഒപ്പം ദേവതകൾക്കായി അതിമനോഹരമായ കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. യഥാ രാജ തഥാ പ്രജ. അവരുടെ ജീവിതശൈലിയും പരസ്പര ബന്ധങ്ങളും ആദർശപരമായിരുന്നു. അവരുടെ കലാസാമർഥ്യത്തിന്റെ പ്രകാശനം, സ്വർഗത്തിലെ ആനന്ദോത്സവങ്ങൾ, പ്രകൃതി മാതാവിന്റെ മടിത്തട്ടിലെ ദേവീദേവതകളെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ ജീവികൾ, മന്ത്രമുക്തമാക്കുന്ന പൂന്തോട്ടങ്ങൾ, ചന്ദ്രികയിൽ അലിയുന്ന പ്രകൃതി സൗന്ദര്യം. അർത്ഥം, ഇവിടെ പ്രാപ്യമല്ലാത്തത് എന്തുണ്ടായിരുന്നു? ഇപ്പോൾ സർവഗുണസമ്പന്ന മര്യാദാ പുരുഷോത്തമന്മാരായ ദേവീദേവതകളുടെ ഗൃഹസ്ഥാശ്രമ ജീവിത ദൃശ്യങ്ങൾ കാണാം. സ്വർഗം. നിങ്ങൾക്കിത് ഒരു മായാജാലമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അമരദേവീദേവതകളുടെ വിനോദത്തിനായി സതോപ്രധാനമായ പ്രകൃതിയാൽ ഒരുക്കപ്പെട്ട ആനന്ദഭരിതമായ ഒരു ലോകമാണിത്. നമ്മളെല്ലാവരും ആ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചവരാണ്. അവ നമ്മുടെ അന്തരാത്മാവിൽ എവിടെയോ മറിഞ്ഞു കിടക്കുന്നു. വീണ്ടും വീണ്ടും നമ്മെ അതേ ദിശയിലേക്കാണ് നയിക്കുന്നത്. അവിടേക്ക് നോക്കൂ. അവിടെ ദേവീദേവതകൾ ഭവന നിർമ്മാണത്തിനുള്ള മാതൃകകൾ തയ്യാറാക്കുകയാണ്. ആ കെട്ടിടങ്ങളെല്ലാം തന്നെ രാജകീയ പ്രൗഢിക്കായി സ്വർണ്ണക്കട്ടകളാൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ മടിത്തട്ടിൽ പണിതുയർത്തപ്പെട്ടവയാകുന്നു. രാജകൊട്ടാരങ്ങളുടെ വാതിലുകളിൽ വിദഗ്ധമായി പതിപ്പിച്ച വജ്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് കാണാം. യോഗങ്ങളും സഭകളും നടത്തുവാൻ കൊട്ടാരങ്ങളിൽ വിശാലമായ സമുദായ ഭവനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ദേവീദേവതകൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന സ്വർണ്ണ കസേരകളാലും സ്വർണ്ണപാത്രങ്ങളാലും അലങ്കൃതമായ ഭക്ഷണശാല അത്യന്തം മനോഹരമാണ്. ദേവന്മാരുടെ സമ്പന്നതയുടെ സൂചകങ്ങളായ സ്വർണവും വജ്രവും നവരത്നങ്ങളും എവിടെ നോക്കിയാലും സമർത്ഥമായി കാണാമായിരുന്നു. കൊട്ടാരത്തിലെ എല്ലാ മുറികളിലും സൂര്യപ്രകാശവും ശുദ്ധവായുവും യഥേഷ്ടം സഞ്ചരിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിശാലമായ അങ്കണങ്ങളും അത്യുത്തമ സൗകര്യങ്ങളുമുള്ള സ്വർണ്ണ കൊട്ടാരങ്ങളായിരുന്നു ദേവന്മാരുടേത്.
കൊട്ടാരങ്ങൾക്കുള്ളിൽ വിരിഞ്ഞ താമരകളാൽ അലങ്കൃതമായ ശുദ്ധ സ്നാനഗ്രഹങ്ങളും നീന്തൽക്കുളങ്ങളും ഉണ്ടായിരുന്നു. പുഷ്പക വിമാനങ്ങൾക്കായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അവ സ്വയം ആകാശത്തിൽ സഞ്ചരിക്കുവാൻ പര്യാപ്തമാണ്. എല്ലാ പുഷ്പക വിമാനങ്ങളും ശുദ്ധ സ്വർണവും സംയുക്ത ലോഹങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അവയെല്ലാം തന്നെ അണുശക്തിയാലും ഇച്ഛാശക്തിയാലും പ്രവർത്തിക്കുന്നവയായിരുന്നു. ശബ്ദവേഗത്തേക്കാൾ വേഗത്തിലവ സഞ്ചരിക്കുമായിരുന്നു. സ്വർഗത്തിൽ ദേവീദേവതകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ കൊട്ടാരവും ഡൽഹി നഗരത്തോളം വിശാലവും ആയിരുന്നു. മാലിന്യമുക്ത ലോകമായിരുന്നു സത്യയുഗം. അതിനാൽ എല്ലാ കെട്ടിടങ്ങളും ശാശ്വതമായ തിളക്കമുള്ളവയായിരുന്നു. കൊട്ടാരങ്ങൾക്ക് ചുറ്റും മനോഹരങ്ങളായ പൂന്തോട്ടങ്ങൾ, ശുദ്ധജല കുണ്ഡങ്ങൾ, ജലധാരകൾ എല്ലാം തന്നെ കാണികളിൽ അപാരമായ സന്തോഷവും ആനന്ദവും നിറയ്ക്കുന്നവയാണ്. ജനഹൃദയങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്ന ദേവീദേവതകളുടെ സ്വർണസിംഹാസനങ്ങൾ രാജകീയ പ്രൗഢിയെ പ്രതിഫലിപ്പിച്ചിരുന്നു. സത്യയുഗത്തിൽ ദേവതകളുടെ വസ്ത്രധാരണം പൂർണ്ണമായും പരമ്പരാഗതവും സുസംസ്കൃതവും ഉന്നതവും അത്യന്തം ആകർഷകവും ആയിരുന്നു. ഓരോ സ്ഥലവും ഓരോ ആഘോഷവും വസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും വളരെ ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ഓരോരുത്തരുടെയും ആവശ്യാനുസരണം മനോഹരങ്ങളായ വസ്ത്രങ്ങൾ അവർ അതിപ്രാവീണ്യത്തോടെ ഒരുക്കിയിരുന്നു. സത്യയുഗത്തിൽ എല്ലാ ഇടപാടുകളും കുടുംബക്രമവും പരസ്പര വിനിമയ സംവിധാനം വഴിയായിരുന്നു. സ്വർഗത്തിലെ വഴികളെല്ലായ്പ്പോഴും പുതുമയുള്ള രൂപകൽപ്പനകളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. കണ്ണുകൾക്ക് സന്തോഷം പകരുന്ന സ്വർണ്ണാഭരണങ്ങളാൽ നിറഞ്ഞ പ്രദർശനശാലകൾ ഉത്സവ പ്രതീതി ഉളവാക്കുന്നവയായിരുന്നു. ആഭരണങ്ങളെല്ലാം തന്നെ ശുദ്ധസ്വർണത്താൽ നിർമ്മിതവും വിലപിടിച്ച രത്നങ്ങളാൽ അലങ്കൃതവുമായിരുന്നു. സ്വർണത്തിൽ വജ്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ദേവന്മാരുടെ കിരീടങ്ങൾ അവരുടെ സൗന്ദര്യം ഇരട്ടിപ്പിക്കുന്നവയായിരുന്നു. രത്നാലങ്കൃതമായ ആഭരണങ്ങൾ ധരിച്ച അവരുടെ കാന്തി ഏവരെയും മോഹിപ്പിക്കുന്നതായിരുന്നു. എല്ലാ ദേവീദേവതകളും സ്വതന്ത്ര ചിന്തകരായിരുന്നു. അവർ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അവ ധരിക്കുന്നതിലും ആനന്ദം കണ്ടെത്തിയിരുന്നു. വസ്ത്രങ്ങളുടെ അലങ്കാരത്തിലും അവർ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു. നമ്മുടെ കൽപ്പനകൾക്ക് അതീതമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വർണ്ണാഭമായ വസ്ത്രങ്ങൾ മനോഹരമായ വസ്ത്രാലയങ്ങളിൽ ലഭ്യമായിരുന്നു.
എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ അവർ അതെല്ലാം തന്നെ അണിയിച്ചൊരുക്കിയിരുന്നു. ദേവതകൾ അലങ്കാരപ്രിയരായിരുന്നു. എങ്കിലും പൂർണ്ണ ആത്മാഭിമാനികളായതുകൊണ്ട് വ്യക്തികളോടോ വസ്തുക്കളോടോ വൈഭവങ്ങളോടോ അവർക്ക് ആസക്തിയുണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ പുഷ്പക വിമാനങ്ങൾ നിർമ്മിച്ച ശില്പികൾ 100% പരിപക്വവും ശുദ്ധവുമായ ശാസ്ത്രീയ ജ്ഞാനവും ഉപയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് സൃഷ്ടികൾ നടത്തിയിരുന്നു. വ്യത്യസ്തങ്ങളായ പക്ഷികളുടെ ആകൃതിയിലുള്ള ശുദ്ധസ്വർണത്തിൽ നിർമ്മിച്ചവയായിരുന്നു ആ വിമാനങ്ങൾ. കുട്ടികൾ, മുതിർന്നവർ, എന്തിന് സ്ത്രീകൾക്ക് പോലും മനോഹരങ്ങളായ പുഷ്പക വിമാനങ്ങൾ കാറ്റിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ പറത്തുവാൻ സാധിച്ചിരുന്നു. അവ ദേവതകളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചിരുന്നു. അപകട സാധ്യതകളൊന്നുമില്ലാത്ത പൂർണ്ണ സുരക്ഷിത വാഹനങ്ങളായിരുന്നു അവയോരോന്നും. ആവശ്യാനുസരണം ഒരാൾക്കോ 2 പേർക്കോ അതല്ല കുടുംബസമേതമോ ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് അവയെല്ലാം രൂപകൽപ്പന ചെയ്തിരുന്നത്. അവിടെ ടെലഫോണിന്റെ ആവശ്യമില്ലായിരുന്നു. ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നു. സ്വർഗത്തിൽ ഓരോ വസ്തുവിലും കലാത്മകതയുണ്ടായിരുന്നു. സംഗീതോപകരണങ്ങൾ അവർ അത്രയും ലയിച്ച് മധുരമായി താളലയത്തോടും മൃദുവായും വായിച്ചിരുന്നത് കൊണ്ട് സംഗീതം പ്രാണവായു പോലെ പ്രിയതരമായിരുന്നു. പ്രകൃതിയും പക്ഷിമൃഗാദികളും ആത്മാവിന് ശാന്തി നൽകുന്ന സംഗീതത്താലും ദേവന്മാരുടെ സ്വാഭാവിക നടനത്താലും ആനന്ദമനുഭവിച്ചിരുന്നു. സത്യയുഗത്തിൽ ദേവീദേവതകൾക്കിടയിൽ ശാരീരിക ദൃഷ്ടിയോ വികാരങ്ങളോ ഇല്ലായിരുന്നു. അതിനാൽ അവിടെയുള്ള കുട്ടികൾ യോഗശക്തിയാൽ ജനിക്കപ്പെട്ട പവിത്ര പുഷ്പങ്ങളായിരുന്നു. അവരെല്ലാവരും ബാല്യത്തിൽ തന്നെ ശാന്തരും സന്തുലിതരും സംസ്കാരമുള്ളവരുമായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ അവർ സ്വർണ്ണ ഊഞ്ഞാലുകളിൽ ഊഞ്ഞാലാടുകയും ഉദ്യാനങ്ങളിൽ പുഷ്പഗോളങ്ങൾ കൊണ്ട് കളിക്കുകയും ചെയ്തിരുന്നു. സ്വർഗത്തിലെ പക്ഷിമൃഗാദികൾ അത്യന്തം ശുദ്ധവും മനോഹരവുമായിരുന്നു. അവർ ദേവതകളെ സന്തോഷിപ്പിച്ചിരുന്നു. പശു, മാൻ, സിംഹം, കടുവ എന്നീ ജീവികൾക്കൊപ്പവും ആനന്ദത്തോടെ ദേവതകൾ സമയം ചിലവഴിച്ചിരുന്നു. സത്യയുഗത്തിൽ ദേവന്മാരുടെ പഠനവും കളി പോലെ ചിത്രങ്ങളിലൂടെ നടന്നിരുന്നു.
ചിത്രകല അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. പ്രകൃതി സൗന്ദര്യം, ദേവന്മാരുടെ ചിത്രങ്ങൾ എന്നിവ കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് സ്വാഭാവിക നിറങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാറുണ്ടായിരുന്നു. സതോപ്രധാനമായ പ്രകൃതിയുടെ മനോഹര ഉദ്യാനങ്ങൾ ഫലങ്ങൾ നിറഞ്ഞ് ദേവതകൾക്കായി കാത്തു നിൽക്കാറുണ്ടായിരുന്നു. കുട്ടികൾക്ക് പോലും പഴങ്ങൾ അനായാസേന പറിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നു. സേവകർ അത് കൊട്ടാരങ്ങളിൽ എത്തിച്ചിരുന്നു. ആ പഴങ്ങൾക്കെല്ലാം തന്നെ പ്രത്യേകം ഗുണങ്ങളുണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ പഴങ്ങൾ വ്യത്യസ്തങ്ങളായ രുചികളും പ്രദാനം ചെയ്തിരുന്നു. സ്വർഗത്തിലെ മുഴുവൻ ഭൂമിയും സുഗന്ധിത പുഷ്പങ്ങളാലും മനോഹരങ്ങളായ ഉപവനങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം തന്നെ കണ്ണുകൾക്ക് ഉത്സവമായിരുന്നു. പ്രകൃതി സതോപ്രധാനമായത് കാരണം ഉദ്യാനങ്ങളിലെ പൂക്കൾ ഉന്നത ഗുണമേന്മയുള്ളതും സുഗന്ധം നിറഞ്ഞവയുമായിരുന്നു. വളരെയധികം ശ്രദ്ധയോടും മികവോടും കൂടി ദേവീദേവതകൾ രൂപകൽപ്പന ചെയ്ത് പാലിക്കുന്നവയായിരുന്നു ഓരോ ഉദ്യാനങ്ങളും. പ്രത്യേക അവസരങ്ങളിൽ അവർ ഒറ്റയ്ക്കും രാജപരിവാരത്തോടൊപ്പവും ആനന്ദത്തിനും ഉല്ലാസത്തിനുമായി ഉദ്യാനങ്ങളിലേക്ക് പോകുമായിരുന്നു. ദേവതകൾ മനോഹര ദൃശ്യങ്ങളും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് പുഷ്പക വിമാനങ്ങളിൽ യാത്ര ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്ക പോലുള്ള ഭൂഖണ്ഡങ്ങൾ ദേവന്മാർക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിരുന്നു. അവിടുത്തെ ആഴമേറിയ തടാകങ്ങളിൽ അവർ കൂട്ടുകാർക്കൊപ്പം ആനന്ദത്തോടെ നീന്തിയിരുന്നു. ആ മനോഹരമായ പ്രകൃതിയിൽ കളിച്ചുല്ലസിച്ച് സന്ധ്യാസമയം മടങ്ങിയെത്തിയിരുന്നു. പകൽ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ സൂര്യരശ്മികളേറ്റ് വർണ്ണോജ്വലമാക്കുമായിരുന്നു. രാത്രിയിൽ രത്നം പതിപ്പിച്ച കൊട്ടാരങ്ങളും അവയുടെ വാതിലുകളും മതിലുകളിലെ വർണ്ണവജ്രങ്ങളും ചന്ദ്രപ്രകാശം പ്രതിഫലിപ്പിച്ച് പ്രകാശം പടർത്തി.
അതുകൊണ്ട് തന്നെ സത്യയുഗത്തിൽ വൈദ്യുത ദീപങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തണുത്ത ജലത്തുള്ളികൾ ചിതറിക്കുന്ന ജലധാരകൾ അത്ഭുതകരമായ ആനന്ദാനുഭവം പകരുന്നതാണ്. സത്യയുഗത്തിന്റെ അർത്ഥം തന്നെ ഇതാണ്, സ്വാഭാവിക പൂർണ്ണത. പൂർണ്ണചന്ദ്രന്റെ പ്രകാശധാരയിൽ ദേവീദേവതകളുടെ പ്രഭ പൂർണ്ണചന്ദ്രന് സമമായിരുന്നു. ഒരു വശത്ത് ചന്ദ്രപ്രഭയിൽ തടാകത്തിൽ നീന്തി തുടിക്കുന്ന അരയന്നങ്ങൾ, കാറ്റിലിളകിയാടുന്ന മനോഹരങ്ങളായ താമരപ്പൂക്കൾ, പ്രകാശകിരണങ്ങൾ പ്രസരിപ്പിച്ച് പറന്നുയരുന്ന ചിത്രശലഭങ്ങൾ. മറുവശത്ത് മധുരമായ പുല്ലാങ്കുഴൽ നാദത്തിൽ അലിഞ്ഞു ചേർന്ന ദേവഗണങ്ങളും പക്ഷിമൃഗാദികളും. നദിയിൽ സ്വതന്ത്രമായി സുവർണവഞ്ചിയിൽ സഞ്ചരിക്കുന്ന രാജകുടുംബം. വാക്കുകൾക്കതീതമായ ആനന്ദാനുഭവം. ചന്ദ്രപ്രഭയിൽ ആകാശത്ത് തിളങ്ങുന്ന നീലമേഘങ്ങൾ. ശാന്തമായ വനപ്രദേശങ്ങൾ. ശ്വേതമാനുകളുടെ ആകർഷണം. മയിലുകളുടെ നൃത്തം. പൂക്കളിൽ നിന്നും തേൻ നുകരുന്ന മനോഹര പക്ഷികൾ. ആയിരക്കണക്കിന് ദീപങ്ങളുടെ പ്രകാശം പരത്തുന്ന അതിസുന്ദരമായ വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ ഈ നിമിഷത്തിലാണ് ജീവിതം എന്ന തോന്നൽ ഉണ്ടാകുന്നു. നിങ്ങൾക്കിത് വിശ്വസിക്കാനാകുമോ? ഒരിക്കൽ ദേവന്മാരെ ആനന്ദിപ്പിച്ചിരുന്ന ആ സ്വർഗം ഉടൻ തന്നെ നമ്മുടേതാകുമെന്ന്. എന്നാൽ ഇത് സത്യമാണ്. സ്വർഗം രചിച്ചത് ആരാണ്? പ്രകൃതി മാതാവിന്റെ മടിത്തട്ടിൽ ദേവീ ദേവതകൾക്ക് ആരാണ് സമൃദ്ധമായ ജീവിതം നൽകിയത്? ആ ദേവതകൾ ആരായിരുന്നു? അനന്തമായ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച അവർ ആരായിരുന്നു? ദേവതകൾക്ക് ആ പവിത്രമായ സമ്പത്ത് ലഭിച്ചതെവിടെ നിന്നാണ്? ഏത് സാധനയിലൂടെയാണ് അവരിതൊക്കെ പ്രാപ്തമാക്കിയത്? സീമാതീതമായ ആനന്ദത്തിന്റെ അനുഭവം നൽകുന്ന ആ സ്വർഗത്തിന്റെ പുനഃസ്ഥാപനയിൽ നമ്മുടെ പങ്കെന്താണ്? ഇത്തരം അനവധി രഹസ്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ഓം ശാന്തി. നന്ദി, നമസ്കാരം.